നമ്മൾ ചെറിയ കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 10-15 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഒരേ ക്വാളിറ്റിയാണ് അല്ലേ? യൂറോപ്യൻസിനാണെങ്കിലും ഇന്ത്യൻസിനാണെങ്കിലും ക്വാളിറ്റിയൊക്കെ ഏകദേശം ഒന്നായിരിക്കും. നമ്മുടെ പിള്ളേർക്ക് കുറച്ച് സൈസ് കുറവായിരിക്കും, യൂറോപ്യൻസിന് കുറച്ച് സൈസ് കൂടുതലായിരിക്കും. പക്ഷേ ഇവരെ കണ്ടെത്താൻ ആര് വേണം ഇല്ലേ? നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ടാലൻ്റ് ഐഡൻറ്റിഫിക്കേഷനുള്ള കോച്ചസ് ഇല്ല. അല്ലെങ്കിൽ ഉള്ളവരിൽ വളരെ കുറച്ച് കോച്ചസ് മാത്രമാണ് കുറച്ചുകൂടെ പരിശ്രമിക്കുന്നുള്ളൂ. നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത്, നമുക്കല്ല, നിങ്ങൾ മുൻകൈ എടുത്ത് പരിശീലിപ്പിക്കേണ്ടത് ആദ്യം കോച്ചസിനെയാണ്. നമുക്കൊരു വർഷം എത്ര റിഫ്രഷ്മെൻറ്റ് കോച്ചിങ് കോഴ്സസ് നടക്കുന്നുണ്ട്? നിങ്ങളുടെ ഇവൻറ്റിൽ തന്നെ ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ ഇവൻറ്റിൽ, അതായത് സ്റ്റേറ്റ് ലെവലിലേക്കൊന്നും നോക്കണ്ട, ഡിസ്ട്രിക്ട് ലെവലിലോ മറ്റേ വില്ലേജ് ലെവലിലാണെങ്കിലും എത്ര റിഫ്രഷ്മെൻറ്റ് കോച്ചസ് വന്ന് എത്ര പേര് പഠിക്കുന്നുണ്ട്? ഇന്ന് വേൾഡ് ലെവലിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാവുന്ന എത്ര കോച്ചസ് ഉണ്ട്? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കോച്ചസ് വന്നു കഴിഞ്ഞാൽ അവരവിടെ ട്രെയിനിങ് ചെയ്യിക്കും. അടുത്ത വർഷം വന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സാറന്മാർ ചെറുപ്പത്തിൽ പറയാറുണ്ട്, കളറി അറിയാവുന്നതിന് തറയിൽ നിർത്തിയാലേ കളറി കളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ തറയില്ല. അപ്പം ഇതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും ആദ്യം തന്നെ ചെയ്യണം. അതിനുശേഷമാണ് ഈ ടാലൻ്റ് ഐഡൻറ്റിഫിക്കേഷനും ടാലൻറ്റിനെ കണ്ടെത്തിയിട്ട് ബാക്കി എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും വരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ടാലൻറ്റിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ? കാരണം പല കാര്യങ്ങളും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഓവർ ദി ഇയേഴ്സ് ഗെയിം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 20 വർഷം മുമ്പ് പഠിച്ച ഹോക്കി അല്ല ഇന്ന് കളിക്കുന്ന ഹോക്കി. ഞാൻ 20 വർഷം മുമ്പ് ചെയ്ത ബേസിക്സ് അല്ല ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ചെയ്യുന്ന ബേസിക്സ്. അപ്പം ഞാൻ ആ ഇൻ്റർനാഷണൽ ലെവലിൽ നിന്നുകൊണ്ട് മാത്രമാണ് എനിക്കൊരു പക്ഷേ ആ ഒരു അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ അസോസിയേഷനിലെ എല്ലാ ആൾക്കാരും ഉണ്ട് ഇവിടെ. നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം നാഷണൽ ലെവലിലുള്ള അസോസിയേഷനായിട്ട് അവരുമായിട്ട് സംസാരിച്ചിട്ട് അവിടുന്ന് ഒരു ട്രെയിനറെ കൊണ്ടുപോകാം. ഒരാഴ്ചത്തെ ക്ലാസ് എടുത്താൽ മതി. എല്ലാവർക്കും കൊടുക്കണ്ട. നമ്മുടെ നാട്ടിൽ ആവശ്യമില്ലാത്ത ഇഷ്ടംപോലെ കോച്ചസ് ഉണ്ട്. അതൊന്നും വേണ്ട. താല്പര്യമുള്ളൊരു 5 പേർക്ക് ട്രെയിനിങ് കൊടുത്താൽ മതി. ഒരു 6 മാസത്തിലൊരിക്കൽ അവരിൽ നിന്ന് നമുക്ക് ഒരു കുട്ടീനെങ്കിലും കണ്ടെത്താൻ പറ്റും. നമ്മളെപ്പോഴും ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം ഒളിമ്പിക്സ് മെഡൽ കിട്ടണം എന്ന് വിചാരിച്ച് നമ്മൾ എലൈറ്റ് ലെവലിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നും കുട്ടികളെ കറക്റ്റായിട്ട് കണ്ടെത്തിയില്ലെങ്കിലും അല്ലെങ്കിൽ അവരെ മേളിലേക്ക് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിലും ഒന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ സയൻറ്റിഫിക് ട്രെയിനിങ്ങിൻ്റെ കാര്യം സത്യമുള്ള കാര്യമാണ്. കുട്ടികൾ ഇപ്പോൾ ഒരു 5 വയസ്സുള്ള കുട്ടിയെടുത്ത് ഹോക്കി കളിക്കാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല കുട്ടി കളിക്കുമെന്ന്, അല്ലേ? അപ്പം സ്കൂളുകളിൽ ഇപ്പം സാറോടൊന്ന് പറയണ്ടായിരുന്നു, സ്കൂളുകളിൽ കുട്ടികൾക്ക് സ്പോർട്സ് പഠിപ്പിക്കണം. അവർക്ക് ഓപ്ഷൻസ് കൊടുക്കണം. ഇപ്പോൾ നമ്മളിവിടെയാണെങ്കിലും ബൊഫേ സിസ്റ്റം ഫുഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. അല്ലാതെ ഇഷ്ടമില്ലാത്ത കഴിക്കാൻ പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും കഴിക്കുമോ? അതുപോലെയാണ് സ്പോർട്സും. കുട്ടികൾക്ക് കൊടുക്കേണ്ട സ്പോർട്സും അവർക്കൊരു ഓപ്ഷൻ കൊടുത്ത് അതിൽ നിന്ന് ടാലൻറ്റിനെ കണ്ടെത്തി അവർക്ക് വേണം ഈ നമ്മളെ ട്രെയിൻ ചെയ്യിച്ച കോച്ചസിൽ നിന്ന് സയൻറ്റിഫിക് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ചെറുപ്രായത്തിലെ നല്ല കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ അവർക്ക് ഇന്ത്യൻ ടീമിലേക്കും ഇൻ്റർനാഷണൽ ലെവലിൽ പെർഫോം ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമായിരിക്കും. നമ്മളെ കൊണ്ട് ഒരാളെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്പോർട്ടിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം. കുട്ടികളുണ്ട്, ഞാൻ ഇപ്പോഴും പറയുന്നു, 4-5 കോടി ജനസാന്ദ്രതയുള്ള നമ്മുടെ കേരളത്തിൽ ടാലൻസ് ഉണ്ട്. അവരെ കണ്ടെത്താനുള്ള കോച്ചസിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ ദൗത്യം. അതിനുശേഷം അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവരിലൂടെ നമ്മുടെ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഒളിമ്പിക്സ് ഒന്നും പറയരുത്, അടുത്ത ഒളിമ്പിക്സും പറയരുത്. ഒരു 2036 ഒളിമ്പിക്സിന് നമ്മുടെ കേരളത്തിൽ നിന്നും ഒളിമ്പിക്സ് മെഡൽ നേടാൻ കഴിവുള്ള ഒരു 10 കുട്ടികളെങ്കിലും നിങ്ങളിലൂടെ നിങ്ങളുടെ കോച്ചസിലൂടെ ഉണ്ടാക്കിയെടുക്കുക.